നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. തന്തൂരി ആസ്, തന്തൂരി ചിക്കൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ആസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ചന്തി. പിന്നെ അതിനെപ്പറ്റി നല്ല സിനിമയിലൊരു നല്ല പരാമർശം തന്നെ നമുക്കറിയാം. മീശമാധവൻ സിനിമയിൽ ദിലീപും കൂട്ടുകാരും ചേർന്ന് ജഗതിയെ കണി കാണിക്കുന്നതാണ്. ചന്തി പൊക്കി, പിന്നെ തുണി പൊക്കി ചന്തി കാണിക്കുന്നു. അപ്പോൾ അതിനെതിരെ പരാതി പറയാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ജഗതിയോട് അവിടെ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു, ഞാൻ സർക്കാർ കടലാസിൽ ഈ ചന്തി എന്നൊക്കെ എങ്ങനെയാണ് എഴുതുന്നത്? ഉടനെ ജഗതിയുടെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചിൻ ഹനീഫ പറയുന്നു, ചന്തി എന്ന് എഴുതണ്ട, എന്നാൽ പിന്നെ കുണ്ടി എന്ന് എഴുതിക്കൂ എന്ന് ഇരുവരും വളരെ ആക്ഷേപകരമായിട്ട് അതിനെപ്പറ്റി പറയുന്നു. അപ്പോൾ അതൊരു മോശപ്പെട്ട പദമായിട്ട് ഇരുവരും, ഈ ചന്തി എന്ന് പറയുന്ന കാര്യം തന്നെ സെയിം ഒരേ കാര്യം തന്നെയല്ലേ എന്ന് കൊച്ചിൻ ഹനീഫ ചോദിക്കുന്നു. പക്ഷേ ആ പദത്തിന് വലിയ അർത്ഥവ്യത്യാസം വരുന്നത് പോലെയാണ് ഇരുവരുടെയും പ്രതികരണം കൊണ്ട് പിന്നെ അങ്ങേർക്ക് മനസ്സിലായത്. എന്തായാലും കേസെടുക്കില്ല എന്ന് മനസ്സിലാകുമ്പം ജഗതി തിരിച്ചു പോകുന്ന വഴിക്ക് ഈ കൊച്ചിൻ ഹനീഫയുടെ തുണിയൊന്ന് പൊക്കി കാണിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, അപ്പം ഇതും കേസാക്കാൻ വകുപ്പില്ലല്ലോ എന്ന് പറഞ്ഞ് മടങ്ങിപ്പോരുകയാണ് ചെയ്യുന്നത്. അപ്പം ചന്തിയെ പറ്റിയുള്ള ഒരു കഥയാണ്. ഇപ്പം ചന്തി വളരെ പ്രശസ്തമായ ചില ചന്തികളുണ്ട്. ഇനിയിപ്പോൾ അതേപ്പറ്റി ഞാൻ പറയുന്നില്ല. ഇനി ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അറിയത്തില്ലാത്തവർ അറിയേണ്ടാത്ത കാര്യവും ആയിട്ടത് അങ്ങനെ കിടക്കട്ടെ. ഇപ്പം ഈ തന്തൂരി യാസിനെ പറ്റി പറയുന്നത്, ഇതിപ്പോൾ തമാശയായിട്ടൊക്കെ നമ്മൾ തമാശക്കാര്യമായിട്ട് പറഞ്ഞെങ്കിലും തമാശക്കാര്യമൊന്നുമല്ല. നമുക്കറിയാം, പാര എവിടുന്ന് വരുന്നു, എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മൾ എത്ര മര്യാദക്കാരനും എത്ര നീതിമാനും എത്ര ധർമ്മിഷ്ഠനുമാണെങ്കിലും പാര എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം, ആർക്കും വരാം. അത് നമ്മൾ എത്ര കേമനാണെന്ന് പറഞ്ഞാലും അത് സംഭവിച്ചെന്ന് വരാം. അപ്പം പ്രത്യേകിച്ച് ഈ റേസിസം ഒക്കെ ഉള്ള നിലവിലുള്ള സ്ഥലങ്ങളിൽ ഇപ്പം വലിയധികം റേസിസം ഇല്ല എങ്കിൽ പോലും റേസിസം ഇല്ല എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പിന്നെ നമ്മൾ ആ സംഭവം ഓർക്കുന്നുണ്ട്. പിന്നെ ഹൂസ്റ്റണിൽ ആ ഇന്ത്യൻ സ്ത്രീകൾ ഭക്ഷണവും കഴിച്ച് മര്യാദയ്ക്ക് പോവുകയാണ്. പക്ഷേ അവർ ഇങ്ങോട്ട് കയറി ഒരു സ്ത്രീ വന്ന് ഇവരെ ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും ചെയ്തത്, ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. പിന്നെ അതിനെതിരെ കേസുണ്ടായി ആ സ്ത്രീക്ക് എന്തോ ചെറിയ ശിക്ഷ പിന്നെ കിട്ടുകയും ചെയ്തു. പിന്നെ അത് വെള്ളക്കാരി പോലുമല്ല, ഹിസ്പാനിക്കാണ്. അപ്പം നമ്മളെപ്പോലുള്ളവരാണ്. എന്നിട്ട് പോലും ആ പിന്നെ വിരോധം, കാരണം ഇന്ത്യക്കാരോടുള്ള ആ ഒരു വിരോധമുണ്ടല്ലോ. നമ്മൾ സക്സസ്ഫുൾ ആയിരിക്കും, നമ്മൾ പലരും നല്ലൊരു പങ്ക് സക്സസ്ഫുൾ ആയിരിക്കുന്നു. പിന്നെ നല്ല കാറുകളിലും നല്ല വീടുകളിലും ഒക്കെ താമസിക്കുന്നു, നല്ല ജോലികൾ ചെയ്യുന്നു. അപ്പോൾ സാമാന്യ നിലയിൽ ഇതൊന്നും ഇല്ലാത്തവർക്ക് അസൂയ വരും. ആ അസൂയയാണ് പലപ്പോഴും ഈ റേസിസത്തിന് ഒരു പ്രധാന കാരണമായി മാറുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വൈസ് പ്രസിഡന്റ് അടക്കം ഇന്ത്യൻ വംശജർ, പിന്നെ ഈ ട്രംപിൻ്റെ ക്യാബിനറ്റിലേക്ക് പല ഇന്ത്യൻ വംശജർ വരുന്നു. ഇങ്ങനെ ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിന് വലിയ ഉന്നതി വരുന്നു. അപ്പം ന്യായമായും അസൂയക്കാർ കൂടാനുള്ള എല്ലാ വകുപ്പുമുണ്ട്. അപ്പോൾ ഈ തന്തൂരിയാസിൻ്റെ സംഭവം എന്താണ് പിന്നെ നടക്കുന്നത്? പിന്നെ മെക്സിക്കോയിലെ കാൻകുനിൽ നിന്ന് ലോസ് ആഞ്ചലസിലേക്ക് പറക്കുന്ന ഒരു ഇന്ത്യൻ കുടുംബത്തിനുണ്ടായ അനുഭവമാണ്. പിന്നെ പർവേസ് തൗഫീഖ് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറും അങ്ങനെ പ്രമുഖ ഫോട്ടോഗ്രാഫറും അദ്ദേഹത്തിൻ്റെ ഫാമിലി, വൈഫും 3 കുട്ടികളും അവർ പോരുന്നു. അപ്പോൾ അതിൽ 11 വയസ്സുള്ള ഒരു കുട്ടി ഒരു സ്ത്രീയുടെ അടുത്താണ് ഇരിക്കുന്നത് വിമാനത്തേൽ. അപ്പോൾ ആ വിമാനത്തേൽ വെച്ച് തന്നെ ആ കുട്ടിയോട് എന്തോ ഇവള് മോശമായിട്ട് പറയുന്നു ഈ സ്ത്രീ. പിന്നെ അതിനുശേഷം ഇവർ ബസ്സിൽ കയറും. പിന്നെ ഈ ലോസ് ആഞ്ചലസിൽ കഴിഞ്ഞതിന് ശേഷം ബസ്സിൽ കയറുമ്പം ഈ സ്ത്രീ പിന്നെ അനാവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ 4 വയസ്സുള്ള കൊച്ചിനെ വരെ പിന്നെ ഷട്ടം എന്ന് പറഞ്ഞ് പിന്നെ കൊച്ചിനെ വരെ ആക്ഷേപിക്കുന്നു. അപ്പോൾ ഈ തൗഫീക്ക് പറയുന്നത്, നിങ്ങൾ ആ രീതിയിൽ പറയുന്നത് പിന്നെ ശരിയല്ല, പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പറയാനായിട്ടുള്ള യാതൊരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞ് അയാൾ ചൂടാവുന്നു. പിന്നെ അതിന് പുറമെ ഇത് വീഡിയോ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നത്, ഇവർ പറയുന്നത്, നിങ്ങൾ ഇന്ത്യക്കാർ, നിങ്ങൾ ക്രേസിയാണ്, നിങ്ങൾ യാതൊരു നിയമങ്ങളും അനുസരിക്കുകയില്ല, നിങ്ങൾ തോന്നിവാസികളാണ്, എല്ലാത്തിനും പുഷ് ചെയ്ത് അങ്ങനെ പോകുന്ന പാർട്ടികളാണ് എന്നിവർ ആക്ഷേപിക്കുന്നു. എന്നിട്ട് ഇവർ അമേരിക്കക്കാരിയും ബാക്കി പിന്നെ ഈ അമേരിക്കയിൽ ജനിച്ചാണ്, 44 വയസ്സുണ്ടെങ്കിലും ഈ തൗഫീക്കും അമേരിക്കയിൽ ജനിച്ചയാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം അമേരിക്കക്കാരനാണ്. പക്ഷേ ഇവർ സമ്മതിക്കരുത്, നിങ്ങളുടെ അമേരിക്കക്കാരൻ അല്ല, ഇന്ത്യക്കാരാണ്, ഇന്ത്യക്കാരെല്ലാം ക്രേസി, പിന്നെ പുഷ് ചെയ്യുന്നവരാണ്, യാതൊരു നിയമങ്ങളും അനുസരിക്കാത്തവരാണ്, പിന്നെ എന്നവർ ചൂടാവുകയാണ് ചെയ്യുന്നത്. അതിന് പുറമെ ഇവർ പിന്നെ നിങ്ങളുടെ തന്തൂരിയാസ് ഞാനിപ്പം പിന്നെ വീഡിയോ എടുക്കുമെന്നും പറഞ്ഞ് ഇവർ ഭീഷണിപ്പെടുത്തുന്നു. എന്തായാലും ഈ ഭീഷണിയും പിന്നെ ഒച്ചപ്പാടും പിന്നെ മൂത്തപ്പം 1-2 പേരൊക്കെ ഈ തൗഫീക്കിന് അനുകൂലമായിട്ട് സംസാരിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അത് വലിയൊരു കാര്യമാണ്. സാമാന്യ നിലയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാളും നമ്മുടെ പക്ഷത്ത് നിൽക്കാനായിട്ട് കാണുകയില്ല. അതിപ്പം നാട്ടിൽ പേപ്പട്ടികൾ വളഞ്ഞാക്രമിക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യർ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. ഒരൊറ്റ ആൾ
സഹായിക്കാനായിട്ട് വരികയില്ല. ഇതിപ്പം പലരുടെ അനുഭവം ഞാൻ നാട്ടിൽ പോയപ്പോൾ കേട്ടതാണ്. ഈ പട്ടികൾ നമ്മളെ ആക്രമിക്കാനായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകുകയെല്ലാം ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആരും സഹായിക്കാനായിട്ട് വരില്ല. കാരണം അവർ പിന്നെ വിചാരിക്കുന്ന പട്ടി അവരുടെ നേരെ ചാടിയാലോ എന്ന് പേടിക്കുകയായിരിക്കാം. അപ്പോൾ അതാണ് നമ്മുടെയൊക്കെ ഒരു മനസ്ഥിതി ഇരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ എന്തായാലും ഇവിടെ 1-2 പേരെയൊക്കെ സഹായിക്കാൻ ചെന്നെന്നാണ് പറയുന്നത്. അത് വലിയൊരു കാര്യം തന്നെ. ഒടുവിൽ ഈ സ്ത്രീയെ പിന്നെ ഈ ഈ യുണൈറ്റഡ് എയർലൈൻസ് ആണ് അവരിടപെട്ടതിന് ശേഷം ഈ സ്ത്രീയെ പിന്നെ ബസ്സിൽ നിന്ന് മാറ്റണമെന്ന് തൗഫീഖ് ആവശ്യപ്പെട്ടു. ഈ യുണൈറ്റഡ് എയർലൈൻസിൻ്റെ അധികൃതർ അത് സമ്മതിച്ചു. അങ്ങനെ അവരെ ആ വണ്ടിയിൽ നിന്ന് പുറത്താക്കി. അവിടെ നിന്ന് വേറെ വണ്ടിയിൽ പിന്നെ കയറ്റിവിടാനായിട്ട് ഏതായാലും അത്രയെങ്കിലും ചെയ്തു. അതിനുശേഷം ഈ സ്ത്രീയെ യുണൈറ്റഡ് എയർലൈൻസ് നോ ഫ്ലൈ ലിസ്റ്റിൽ പെടുത്തിയെന്ന് ഇനി യുണൈറ്റഡ് എയർലൈൻസിൽ ഇനി പറക്കാൻ പറ്റില്ല എന്നവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. അത്രയെങ്കിലും അവർ ചെയ്തല്ലോ, വലിയൊരു കാര്യം. എന്തായാലും അവരുടെ വിലാസമോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി എടുക്കുമെന്ന് തൗഫീഖ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഇനിയും നമുക്കൊക്കെ ഇവിടെ ജീവിക്കാനുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടതാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എങ്ങനെയായാലും ഇത് പിന്നെ വളരെ ഖേദകരമായ കാര്യമാണ്. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ്. നമ്മളൊക്കെ വിമാനയാത്ര ചെയ്യുന്നവരും ഈ പലയിടത്തേക്കും പോകുന്നവരും ഒക്കെയാണ്. ഈ നമ്മുടെ നിറം ഇതായിരിക്കുന്നിടത്തോളം കാലം ആളുകൾക്കുള്ള ആ നീരസം നമുക്കറിയാം. നമ്മുടെ ആ നീരസത്തിൻ്റെ പ്രധാന കാരണം നമ്മളിൽ പിന്നെ സമ്പന്നരുണ്ടാകാം, വലിയ വിദ്യാസമ്പന്നരുണ്ടാകാം, പിന്നെ വലിയ ഉയർന്ന പദവികൾ വഹിക്കുന്നവരുണ്ടാകാം, ഇതൊന്നും ഇല്ലാത്തവരും ഉണ്ടാകാം. പക്ഷേ എങ്കിലും നമ്മളൊരു സക്സസ്ഫുൾ കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമ്മളെ കണക്കാക്കുന്നത്. വളരെ ഒരു മോഡൽ മൈനോറിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ കുറച്ച് കാര്യമില്ലാതില്ല. കാര്യം നമ്മളിൽ ഒരു 60-70% പേരെങ്കിലും നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്. ചുരുക്കം പിന്നെ ഒരു പങ്കാണ് അങ്ങനെ അല്ലാതെ ജീവിക്കുന്നത്. അപ്പം ഏഷ്യക്കാരെന്ന് നോക്കിയാൽ ആ രീതി നമുക്ക് വരില്ല. പക്ഷേ ഇന്ത്യക്കാർ എന്ന് മാത്രം കണക്കാക്കിയാൽ നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ സക്സസ്ഫുള്ളായ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ജോലിപരമായിട്ടും എല്ലാം ഉന്നത നിലയിൽ. അപ്പം അതിന് പുറമേ ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. ഒറ്റപ്പെട്ട കുറ്റകൃത്യങ്ങളുണ്ടെങ്കിലും ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഏറ്റവും ലോ എബൈഡിങ് ആയിട്ടുള്ള ഏറ്റവും നിയമം അനുസരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇടയിൽ. കുറ്റകൃത്യങ്ങൾ ഇല്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. ഒറ്റപ്പെട്ട കുറ്റകൃത്യങ്ങളുണ്ട്. പക്ഷേ ഒരു സമൂഹം ഇത്രയും പേരുള്ള ഒരു സമൂഹത്തിൽ ഒരു 4-5 മില്യൺ ആളുകളുള്ള പിന്നെ ലീഗലായിട്ട് ഇവിടെയുള്ള ആളുകൾ അത്രയും ഒരു 5 മില്യൺ ലീഗലായിട്ടുണ്ട്. ഒരു 3-4-5 മില്യൺ അല്ലാതെയും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത്രയും ലീഗലായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ആ കുറ്റകൃത്യങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ കുറ്റകൃത്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ലോ എബൈഡിങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. പിന്നെ എങ്കിൽ പോലും ഇങ്ങനെ ആളുകൾ നമ്മളെ ലക്ഷ്യമിടുന്നു. കാരണം നമ്മുടെ നിറം അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നമ്മൾ വിജയം നേടുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ അതവർക്ക് അസൂയ. അപ്പോൾ ഇതെല്ലാ രീതിയിലും പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാമെന്ന് നമ്മൾ കരുതിയിരിക്കുന്നത് നല്ലതാണ്. നമ്മളതിൽ പിന്നെ ആശങ്കപ്പെടേണ്ടതില്ല, അധികം പ്രതികരിക്കേണ്ടതുമില്ല. കഴിവതും ഒഴിഞ്ഞു മാറിപ്പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. നമുക്ക് ഇതിനെതിരെയൊന്നും ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ശേഷിയോ കഴിവോ നമുക്കില്ല. നമ്മുടെ ഒരു സമൂഹത്തിനെന്ന നിലയിൽ നമ്മളിപ്പോൾ ചുരുങ്ങിയ ആളുകളോ ഒറ്റപ്പെട്ട ആളുകളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ വെക്കും? നമുക്ക് പിന്നെ അത് മാത്രമല്ല മറ്റാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ല. അധികൃതർ നമ്മുടെ നേരെ പിന്നെ കണ്ണടക്കുകയൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ എങ്കിലും നമ്മൾ കരുതലുള്ളവരായിരിക്കുക, നമ്മൾ വിവേകപൂർവ്വം പെരുമാറുക, നമ്മളാരെയും പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അലോസരം ഉണ്ടാക്കാനോ പിന്നെ ഒരുങ്ങാതിരിക്കുക. ഇതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മൾ അംഗീകരിക്കപ്പെടുന്ന കാലം വരെ. അത് നിറം ഇങ്ങനെ ആയിരിക്കുന്നിടത്തോളം കാലം നമ്മൾ എന്തായാലും അവർക്കൊപ്പമായിട്ട് കണക്കാക്കാനുള്ള സാധ്യതകളും വളരെ കുറവാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്.